ആ സുധാകരൻ്റെ പള്ളക്കിട്ടിട്ട് തുളസി 2 കൊടുത്തിട്ടുണ്ട്. ഓൻ 2 ദിവസത്തേക്ക് മൂത്രമൊഴിക്കില്ല. നോക്കി ആ കാലില് ബലം കൊടുക്കലടോ. നോക്ക്. ഞൊണ്ടിക്കോ 2 കിട്ടിയപ്പോ സമാധാനായില്ലേ? ഞാൻ അപ്പോളെ പറഞ്ഞു അവിടെ പോണ്ടെന്നു. വടക്കേ കാവിലെ തെയ്യത്തിന് ഇന്നേ വരെ ഒരു കച്ചറ ഉണ്ടായിട്ടുണ്ടോ കോയിന്നാട്ടാ? ഇവിടെ കാവും കളിയട്ടല്ല ഇപ്പൊ വിശ്വാസം ഇല്ലാത്തവരുടെ കൈമല അവര് തല്ലുണ്ടാക്കും. അതിന് ആടെ പോയി നമ്മൾ തല വെച്ച് കൊടുക്കണം. നോക്കട്ടെ. ഇല്ലപ്പാ, വെറുതെ പേടിപ്പിക്കല്ല. വെളിച്ചാവുമ്പോ ബട്ടനെടുത്ത് പോയി കാണിക്ക്. ഞാൻ എന്നാ വീട്ടിലേക്ക് പോട്ടെ. നീടെ പോ, നേടം പോണ്ട, ഇവിടെ കിടന്നായി. അമ്മായി ഞാൻ പോന്നേ. ബന്ദ്രട്ടാ, കാല് സ്ലിപ്പായോണ്ടാ വല്ല ഓൻ്റെ ഒക്കെ ഒന്ന് വെച്ചെന്നുണ്ടല്ലോ. 5-6 കൊല്ലം കുയിക്കളരിന്നും പറഞ്ഞ് നടന്നല്ലാടാ ഈ. എന്താടാ തെയ്യം നേരത്തെ കഴിഞ്ഞു? ഞാൻ പെട്ടെന്ന് വന്നു. The number you are calling is either unreachable or switched off at the moment. Please try again later. ചാടിക്കില്ല കാല്. ഒരു സെക്കൻഡ്. അയ്യോ, സ്വാമി നോക്കി കാലിൻ്റെ മുട്ടിലൊന്ന് വേന. ആടെ കിടക്ക്. ನೀವು ಪ್ರಸ್ತುತ ಪ್ರಯತ್ನಿಸುತ್ತಿರುವ ಸಂಖ್ಯೆ ಸದ್ಯ ವ್ಯಾಪ್ತಿ ಪ್ರದೇಶದಲ್ಲಿ ದೊರಕುತ್ತಿಲ್ಲ ಅಥವಾ ಸ್ವಿಚ್ ಆಫ್ ಆಗಿರಬಹುದು. ನೀವು ಪ್ರಸ್ತುತ ಪ್ರಯತ್ನಿಸುತ್ತಿರುವ ಸಂಖ್ಯೆ ಸದ್ಯ ವ್ಯಾಪ್ತಿ ಪ್ರದೇಶದಲ್ಲಿ ചായ എടുക്കട്ടെ? വേണ്ട. നിനക്ക് ചായ വേണ്ടല്ലോ. എന്നാ ഒന്ന് എടുത്തോ. നീ എന്താ നേരത്തെ വന്നേ? ഇത് തീർക്കണ്ടേ? ഓ, ശരിക്കും നിന്റെ പ്രശ്നം എന്താ? ഡി, ഞാൻ ഒരു പൊട്ടിയാണെന്ന് നീ വിചാരിക്കരുത്. നിന്നെ കണ്ടറിയാൻ നീ ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്നുള്ളത്. ഇപ്പൊ തന്നെ 3 തവണയായി ആനന്ദ് എന്നെ വിളിക്കുന്നു. നീ എന്താ അവന്റെ ഫോൺ എടുക്കാത്തെ? അവനാണോ അതിനെ അടി ഉണ്ടാക്കിയത് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നിനക്ക് എന്താ അവന്റെ ഫോൺ എടുത്താ? എനിക്ക് എടുക്കാൻ തോന്നിയില്ല. നിനക്ക് അവനെ ഇഷ്ടമല്ലേ? നീ ഈ കാണിക്കുന്ന ഒട്ടും ശരിയല്ല. അവന്റെ സംസാരം കേട്ടാൽ തന്നെ സങ്കടം വരും.
കണ്ണൂരിലെ കാര്യം എനിക്കറിയാത്തോണ്ടാ. അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ നടക്കുക ആൾക്കാർ. ഇതൊന്നും നിനക്ക് നേരത്തെ അറിയാൻ പാടില്ലായിരുന്നോ? കുറച്ച് നാളായിട്ട് എല്ലാം മറന്നിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി എല്ലാം ഓർത്തെടുത്ത്. അവൻ അവൻ്റെ ലൈഫായിട്ട് മുമ്പോട്ട് പോയിക്കോട്ടെ. ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. കറക്റ്റ് ചെയ്യാൻ ലേറ്റ് ആയിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി. ദിയ വീണ്ടും വിളിക്കുന്നു. എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞേക്ക് പ്ലീസ്. ഹലോ ആനന്ദ്, നീ ഇനി ഐശ്വര്യ വിളിക്കണ്ട. അവൾക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇറ്റ്സ് ഓൾ ഓവർ. ബെന്നി സാർ, അമ്മോ ഉറങ്ങുന്നില്ലേ? ആ പോന്ന്. ഇതെന്ത് പണിയായി കാണിച്ച്? തട്ടി താഴെ വല്ലതും വീണാലോ? ഒന്നും പറ്റൂല. നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകും. കൊടീൻ്റെ നിറം നോക്കാണ്ട് മനുഷ്യനെ മനുഷ്യനായിട്ടാണ്, ഒരാളായിട്ടാണ് നിങ്ങളെ ഞാൻ വിചാരിച്ചത്. ഒരു പുതിയ ലൈഫിനെ പറ്റി സ്വപ്നങ്ങൾ എന്നെ പഠിപ്പിച്ച നിങ്ങളാണ്. ഇനി നിങ്ങൾ എന്നെ വെറുത്താലും എനിക്കൊന്നും മറക്കാൻ കഴിയില്ല. താങ്ക്സ്. നിങ്ങളെ കാണുന്നതിന് മുമ്പ് എൻ്റെ ലൈഫിലേക്ക് ഞാൻ പോയിക്കോളാം. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ നന്ദു? നീ പറയും പോലെ അല്ല.
നിനക്കറിയാലോ നമ്മുടെ നാട്ടുകാരെ. ഓർമ്മ വെച്ചപ്പം തൊട്ട് കേൾക്കുന്നതും കാണുന്നതും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നതാണ്. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ നേരെ മുമ്പിൽ വെച്ചിട്ട് രാമകൃഷ്ണൻ മാഷിനെ വെട്ടിക്കൊന്നത്. നീ പോ, എൻ്റെ കൂടെ ഇല്ലെങ്കിലും നീ ജീവനോടെ ഉണ്ടാവുമല്ലോ.